പ്രൈസ് ദ ലോർഡ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പ്രിയ ദൈവജനമേ, ദൈവം തിരുവചനത്തിൽ സ്വർഗീയ മർമ്മങ്ങൾ നമ്മെ അറിയിച്ചത് അനുഗ്രഹീതവും വളരെ ലളിതവുമായ ചെറിയ ഉപമകളാൽ ആയിരുന്നു. അതിൽ വളരെ പ്രാധാന്യമുള്ള ഉപമയാൽ ലൂക്കോസ് 15:11 മുതൽ 32 വരെയുള്ള വചനത്തിൽ കൂടെ തുറന്നു കാണിച്ചിരിക്കുന്ന കാണാതായ മകൻ. ഈ ഉപമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പിതാവിൻ്റെ നിഷ്കളങ്കമായ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ പിതാവ് നഷ്ടപ്പെട്ടു പോയ മകനു വേണ്ടി വേദനയോടും പ്രതീക്ഷയോടും അങ്ങ് ദൂരെ വഴിയിൽ നോക്കി നിൽക്കുന്ന അനുഭവം ഒന്ന് ഓർത്തെടുക്കാമോ? അപ്പോൾ നാം ചിന്തിക്കും, ഏതോ വഴിതെറ്റിപ്പോയ മകൻ്റെ കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരുടെയോ അനുഭവത്തോട് താരതമ്യം ചെയ്യാറുണ്ട്. പ്രിയ പുതിയ നിയമസഭയെ, ഇപ്പോഴും ആ സ്വർഗീയ പിതാവ് നഷ്ടപ്പെട്ടുപോയ ക്രിസ്തീയ സമൂഹത്തിനായും ഉപദേശം വിട്ടകന്നുപോയ സഭകൾക്കായിട്ടും ദൈവപാദപീഠത്തിങ്കിൽ വരാൻ താല്പര്യം കാണിക്കാത്ത കുടുംബങ്ങൾക്കായിട്ടും അകന്നുപോയ പ്രിയ മകനെ മകളെ നിനക്കായിട്ടും നിറഞ്ഞ കണ്ണുകളുമായി പ്രതീക്ഷയോടെ നിന്റെ തിരിച്ചുവരവിനായി ആ പിതാവ് കാത്തു നിൽക്കുന്നില്ലയോ? പ്രിയ CA അംഗങ്ങളെ, ഈ നാടകത്തിൽ കൂടെ പിതാവുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ചിന്തിച്ച് മടങ്ങി വരുവാൻ കഴിയുന്നതാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രൈസ്റ്റ് അംബാസിഡേഴ്സ് അവതരിപ്പിക്കുന്നു മടങ്ങി വരവ്. പുകലോമറ്റ തറവാട്ടിൽ ദൈവഭക്തനും നിഷ്കളങ്കനുമായ സ്കറിയ അദ്ദേഹത്തിന്റെ 2 മക്കളുമായി സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. സ്കറിയയുടെ ഭാര്യ ഈ ലോകം വിട്ടു മാറ്റപ്പെട്ടതിനാൽ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിലും ഭയത്തിലും വളർത്തുന്നതിൽ അധികം ശ്രദ്ധ പുലർത്തി പോന്നു. മക്കൾ വളർന്നു. മൂത്ത മകൻ മൈക്കിൾ പിതാവിനോട് ചേർന്ന് നല്ലൊരു കൃഷിക്കാരനായി തീരുകയും എന്നാൽ ഇളയ മകനെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയിൽ പ്രവേശിപ്പിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ ഉന്നത വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. അങ്ങനെ ആ കുടുംബം സന്തോഷത്തോടെ വാഴുന്ന കാലം. ഓരോ ദിവസം എന്തൊക്കെയാണ് പത്രവാർത്തകൾ വരുന്നത്! സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്നും കൊലപാതകങ്ങളും, അങ്ങനെ എന്തെല്ലാം. മനുഷ്യന് ദൈവഭയമേ ഇല്ലാതായല്ലോ. പരസ്പര സ്നേഹവുമില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. സത്യം ജയിക്കുന്നില്ലല്ലോ കർത്താവേ. അതിനിടയിൽ റബ്ബറിനും കുരുമുളകിനും ഇന്നും വില ഇടിഞ്ഞു. ഇങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാടാ കൃഷി ചെയ്ത് ജീവിക്കുന്നത്? അതെ അപ്പ, കൃഷി ചെയ്തിട്ട് ഈ കാലഘട്ടത്തിൽ എന്താ പ്രയോജനം? മോനെ, അങ്ങനെ പറയരുത്. നമ്മൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരല്ലേ. നാം പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മെ സ്നേഹിക്കും. അതൊക്കെ ശരി തന്നെ അപ്പ. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ കൃഷി ചെയ്യാൻ തുടങ്ങിയതല്ലേ. എന്നിട്ടും അപ്പുറത്തെ ബിസിനസ്സുകാരൻ തോമസിനെ പോലെ വലിയ മുതലാളിയൊന്നും ആയില്ലല്ലോ. മോനെ, ഈ കൊറോണ വന്ന സമയത്തും മറ്റെല്ലാവരും ലോക്ക്ഡൌൺ ആയി വീട്ടിലിരുന്നപ്പോഴും കൃഷി ചെയ്യുവാൻ നമ്മെ പോലുള്ള കുറച്ച് കൃഷിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ലോകം നിലനിന്നത്. അതൊക്കെ ശരിയാണപ്പാ. അപ്പന്റെ പുന്നാര മകൻ എവിടെ? അവൻ ഇന്നലെ രാത്രിയിലും വീട്ടിൽ വന്നില്ലല്ലോ. ഈ അപ്പനാണ് അവനെ വഷളാക്കുന്നത്. മോനെ, നിന്റെ അനുജൻ ജനിച്ചപ്പോഴല്ലേ നിന്റെ അമ്മ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയത്. പിന്നെ ഞാൻ അല്പ സ്നേഹം അവന് കൊടുക്കുന്നുണ്ട്. എന്താടാ കുഴപ്പം? ഇന്നലെ അവൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു അവന്റെ ഏതോ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണ്, അവന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന്. അപ്പ, അവന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ. ഞാൻ പണിക്കാരെ കൂട്ടി പാടത്തേക്ക് പോകുന്നു. ദൈവമേ, എന്റെ അരുൺമോനെ കാത്തുകൊള്ളണേ കർത്താവേ. ഈ മായയായ ലോകത്തിൽ അവൻ അടിമയായി പോകരുതേ. ഇപ്പോൾ ചർച്ചിൽ പോകാൻ വിളിച്ചാൽ പോലും വരത്തില്ല. പഠിക്കാനാണ്, അസൈൻമെന്റ് ആണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറും.
തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് തല്ലാനായിട്ട് തുടങ്ങുമ്പം പെട്ടെന്ന് അവളെ എനിക്ക് ഓർമ്മ വരുമട. പിന്നെ ഞാൻ എങ്ങനെയാടാ അവനെ ഒന്ന് തല്ലുന്നത്? എന്താ അപ്പാ ഈ ഒറ്റയ്ക്കിരുന്ന് പുറകുറുക്കുന്നത്? ഞാൻ കുറച്ച് നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിന്നെക്കുറിച്ചാ മോനെ അപ്പന്റെ വേവലാതി മുഴുവനും. എന്താടാ ഒരു വല്ലാത്ത മുഷിഞ്ഞ ഒരു നാറ്റം വരുന്നുണ്ടല്ലോ. നീ ഇന്നലെ എവിടെ ആയിരുന്നടാ? ഇന്നലെ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഞാനും ആ പാർട്ടിയിലൊന്ന് കൂടി. അതൊക്കെ വീടപ്പാ, എനിക്ക് വിശക്ക്, നമുക്ക് പോയി വല്ലതും കഴിക്കാം. ഹായ് ജിമ്മി, നീ എങ്ങനെ ഇവിടെ എത്തി? എടാ, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ, നീ അറിയാതെ നിന്നെ ഞാൻ പിന്തുടർന്ന് എത്തുമെന്ന്. അല്ലെങ്കിൽ നീ നിന്റെ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരത്തില്ലല്ലോ. എങ്കിൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക കേട്ടോ. ഞാൻ ജോലിക്കാരെയൊക്കെ നോക്കിയിട്ട് ഉടനെ ഇങ്ങി വരാം. ഉച്ചയ്ക്ക് കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. ജിമ്മി, അത് ഞെടുക്ക്. എനിക്ക് അതില്ലാതെ പറ്റില്ല. നമ്മൾ ഇന്നലെ പോയില്ലേ, എനിക്ക് ഇനിയും അവിടെ പോകണം. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. എടാ, ഇനി അവിടെ പോകണമെങ്കിൽ അവരുടെ നേതാവിനെയൊക്കെ കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് വേണം, ലക്ഷങ്ങൾ വേണം. നിന്റെ കയ്യിലുണ്ടോ ലക്ഷങ്ങൾ കൊടുക്കാൻ? ഞാനിപ്പോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാ. എടാ, പണം ഉണ്ടാക്കാൻ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം. നീ അപ്പനോട് പറയണം എനിക്ക് സിറ്റിയിലേക്ക് താമസം മാറി അവിടെ ഒരു ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെന്ന്. അവിടെ നന്നായി മണി ഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നീ പണം ചോദിച്ച് തന്നില്ലെങ്കിൽ എനിക്ക് കൃഷിയായിട്ടൊന്നും ഇവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ലെന്ന് പറയണം. അതുപോലെ അപ്പൻ എനിക്ക് തരുവാനുള്ള ഓഹരി ഇങ്ങ് തന്നേക്ക്. ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറയണം. എന്റെ അപ്പ അതിന് സമ്മതിക്കും തോന്നുന്നില്ല മോനെ. എടാ, നീ അപ്പന്റെ പുന്നാര മകനല്ലേ. നീ എങ്ങനെയെങ്കിലും അപ്പനെ സോപ്പിട്ട് കാശ് വാങ്ങിക്കാൻ നോക്ക്. ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. മോനെ, കൂട്ടുകാരൻ പോയോടാ? അവൻ പോയി അപ്പ. അവൻ ഈ ഓണം കയറാൻ പോലെയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം അപ്പനോട് പറഞ്ഞു ഈ സ്ഥലമൊക്കെ വിട്ടിട്ട് നമുക്ക് മെട്രോ സിറ്റിയിലേക്ക് മാറിപ്പോകാമെന്ന്. ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടും പോകാനില്ല എന്റെ പൊന്നു മോനെ. എനിക്ക് സിറ്റിയിലേക്ക് മാറണം. എനിക്ക് മാറിയേ പറ്റൂ. എനിക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങണം അവിടെ. മോനെ വേണ്ട, നീ സിറ്റിയിലേക്ക് പോയാൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതൊന്നും കുഴപ്പമില്ലപ്പ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒരു ഫ്ലാറ്റ് വാങ്ങി മുന്നോട്ട് പോകാൻ അപ്പൻ എന്റെ ഓഹരിങ്ങി തരണം. എന്റെ അമ്മയെ ഓർത്തിട്ടെങ്കിലും അമ്മയുടെ പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങണം. എന്റെ പുന്നാര അപ്പ എന്നെ സഹായിക്കില്ലേ? അവളാണ് എൻ്റെ ഒരു ബലഹീനത. മോനെ, നിനക്കൊരു നല്ല സംരംഭം തുടങ്ങാനാണെങ്കിൽ ആയിക്കോളൂ. എങ്കിൽ അടുത്ത ആഴ്ച ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി വിറ്റ് നിനക്ക് ഞാനത് തരാം. ഓക്കെ അപ്പ. അയ്യാ, ഒരാഴ്ച കഴിഞ്ഞു. ഇന്നെന്റെ കാശ് മുഴുവനും കിട്ടും. ഇനി വേണം എന്റെ ആ പുതിയ സ്വപ്ന ലോകത്തേക്ക് എനിക്ക് പറക്കാൻ. ഐ വിൽ എൻജോയ് മൈ ലൈഫ്. മോനെ, ഇതാ നീ ആവശ്യപ്പെട്ട പണം മുഴുവൻ ഇതുണ്ട്. മോന്റെ വാശിക്ക് മുമ്പിൽ അപ്പൻ തോറ്റുപോയടാ. മോൻ ഈ പണം കൊണ്ട് ബിസിനസ് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യരുത് കേട്ടോ. എന്നും ഫോൺ ചെയ്യണം. എല്ലാ ആഴ്ചയിലും വന്ന് അപ്പനെ കാണണം. മോനെ, നീ പോകുന്നതിന് മുമ്പ് നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണപ്പ? പറഞ്ഞോ. ജീവിതത്തിൽ എത്ര തന്നെ തിരക്കായാലും തിരുവചനം വായിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ആരാധനയ്ക്ക് എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോകണം. അപ്പാ, അത് പറയണോ? ഞാൻ മുടങ്ങാതെ അത് ചെയ്യും. ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ചോട്ട്. ഒരു ടെൻഷനും അപ്പന് വേണ്ട. വളരെ സമാധാനത്തോടെ ഞാൻ കർത്താവിനെ സേവിച്ചോളാം. എനിക്കറിയാമടാ, എന്നാലും വഴി തെറ്റിപ്പോകരുത് എന്നുള്ള ഉദ്ദേശത്തോട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എടാ ജിമ്മി, ക്യാഷ് കിട്ടിയിട്ടുണ്ട്.
അപ്പനെ മയക്ക് ഞാൻ ആ സ്വത്ത് വിൽപ്പിച്ചു. ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൻ എന്താ വിഷമിച്ചിരിക്കുന്നത്? അവൻ പോയടാ. നമ്മുടെ കൃഷിയും ഗ്രാമപ്രദേശങ്ങളുടെ ജീവിത രീതി ഒന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. മോനെ, നീ പോലും അറിയാതെ നമ്മുടെ സ്വത്തിന്റെ പകുതി വിറ്റ് ഞാൻ അവന് കൊടുത്തടാ. സിറ്റിയിൽ പോയിട്ട് അവനൊരു ഫ്ലാറ്റ് വാങ്ങാനും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൻ എന്ത് പണിയാ കാണിച്ചേ? അപ്പൻ എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നു? അപ്പനോട് പറഞ്ഞതല്ലേ അവന്റെ കൂട്ടുകെട്ടത്ര ശരിയല്ലെന്ന്. അവനെ കൊഞ്ചിച്ചങ്ങ് തലയിൽ കയറ്റി വെച്ചിരിക്കുമല്ലേ. ഇനി എല്ലാം കൊണ്ട് രക്ഷപ്പെട്ട് കണ്ടാൽ മതി. അത് ശരി, നീയും കൂടെ എന്നെ തള്ളി പറയുവാന്നോടാ. ഞാൻ മാറി നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പൻ അവനെന്നും ഭക്ഷണം വാരിക്കൊടുക്കുമ്പോൾ ഒരു ഉരുള എനിക്ക്. സാരമില്ല, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ പറയാതെ മോനെ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. നിനക്ക് 12 വയസ്സുള്ളപ്പോഴല്ലേ നിന്റെ അനുജനെ തന്നിട്ട് അവൾ പോയത്? അവസാനമായി അവൾ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, 2 മക്കളെയും നന്നായി നോക്കണമെന്ന്. ഇതുവരെയും ഞാൻ നിങ്ങളെ നന്നായി നോക്കിയില്ലേടാ? അതെ, അവളുണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ പോകില്ലായിരുന്നടാ. എടാ അപ്പന, സൈലന്റ് പ്ലീസ്. എന്തുകൊണ്ട് മോനെ വിശേഷങ്ങളൊക്കെ? നിനക്ക് സുഖമാണോടാ? അതെ അപ്പ, സുഖമാണ്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ നന്നായി പോകുന്നപ്പാ. പുതിയ ചില ബിസിനസ്സൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ വളരെ തിരക്കിലാണപ്പാ. ദയവ് ചെയ്ത് ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ലേ, പ്ലീസ് പ്ലീസ് അപ്പാ. കഷ്ടമുണ്ട് കേട്ടോ. നീ നിന്റെ അപ്പനെ ഇങ്ങനെ എത്ര ദിവസം പറ്റിക്കും? മൂട് കളയാതെ നമുക്ക് വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എടാ ജിമ്മി, നീ ആള് കൊള്ളാലോ. ആ അരുണിന്റെ ഫ്ലാറ്റ് നിന്റെ പേരിലൊക്കെ എഴുതി വാങ്ങിയോ? കൊള്ളാലോ ആള്. എടാ നീയും ഒട്ടും മോശമല്ലല്ലോ. ഒരു ഇന്നോവ കാറും നീ നിന്റെ പേരിലങ്ങ് ആക്കിയില്ലേ? ഞാനും അവനെ കറക്കി ഒരു ബൊലോറയും ഒപ്പിച്ചു. അവന്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു. ഇനി വീണ്ടും അപ്പന്റെ കയ്യിൽ ബാക്കിയുള്ളത് കൂടി വാങ്ങി വരാൻ പറയാം അവനോട്. അയ്യോ, ഞാനിത് എവിടാ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദൈവമേ. എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. അയ്യോ, പണമെല്ലാം തീർന്നു. നീ ഒരു കാര്യം ചെയ്യും, നീ ഇനിയും വീട്ടിലേക്ക് ചെന്ന അപ്പന്റെ കയ്യിലുള്ള കാശ് കൂടി വാങ്ങി വാ. ഇല്ല, ഇനി അത് നടക്കില്ല. നീ ചോദിച്ചതിലും അധികം ഞാൻ തന്നു. എന്റെ ഓഹരി മുഴുവൻ ഞാൻ വിൽപ്പിച്ചു എന്റെ അപ്പനെ കൊണ്ട്. നടക്കത്തില്ല, നടക്കില്ലെന്ന് പറയാൻ നടക്കില്ല. പ്ലീസ്, ഇനി എന്നോട് ആരും പൈസയുടെ കാര്യം ചോദിക്കുക പോലും ചെയ്യരുത്. പ്ലീസ് പ്ലീസ്. അങ്ങനെ കൂട്ടുകാരന്റെ ചതിയിൽ അകപ്പെട്ട അരുണിന്റെ ജീവിതത്തിൽ തകർച്ച സംഭവിച്ചു തുടങ്ങി. എന്നാൽ തിരികെ ഭവനത്തിൽ വരുവാൻ കൂട്ടാക്കാതെ നല്ലൊരു ജോലി കണ്ടുപിടിക്കുവാൻ പല ഓഫീസുകളും കയറിയിറങ്ങി. പക്ഷേ സ്വർഗീയ പിതാവിനെ പിരിഞ്ഞ് ദൂരത്തേക്ക് പോയ അരുണിന്റെ ജീവിതത്തിലെ പല നന്മകളും പിശാച് തട്ടിയകറ്റി. അങ്ങനെ അരുണിന്റെ ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെയും അസ്തമിച്ച് ശിഥിലപൂർണമായി തീർന്നു. തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ കുടുങ്ങി വീണ്ടും തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ, നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അങ്ങനെ വിട്ടോടിയവരെക്കുറിച്ച് തിരുവചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു:
സ്വന്ത ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. തുടർന്ന് നമുക്ക് ജീവിതം ശിഥിലമായ അരുണിന് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. നീണ്ട 6 മാസങ്ങൾക്ക് ശേഷം. അയ്യോ, എനിക്ക് വിശക്കുന്നു, എനിക്ക് വല്ലതും കിട്ടണേ, എനിക്ക് വല്ലതും വേണം, എന്റെ വയറിന് വിശന്ന് മരിക്കാൻ പോവാ ഞാൻ. ഓ, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. അയ്യോ അയ്യോ, എന്റെ അപ്പനോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. അയ്യോ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്റെ ജീവിതം തകർന്നു. എന്റെ ദൈവമേ, അയ്യോ, എന്റെ അപ്പന്റെ ഭവനത്തിൽ ഒത്തിരി ആഹാരവും സന്തോഷവും സമൃദ്ധിയും എനിക്കുണ്ടായിരുന്നു. അതെല്ലാം വിട്ടെറിഞ്ഞു ഞാൻ പോയി. എന്റെ അപ്പന്റെ ഭവനം ഉപേക്ഷിച്ചു ഞാൻ പോയല്ലോ. ദൈവമേ, എനിക്ക് മനസ്സിലായി ഇതൊന്നും ശരിയല്ല എന്ന്. ഈ ലോകത്തിന്റെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ഞാൻ പോയി. എന്റെ ദൈവമേ, എനിക്കെല്ലാം മനസ്സിലായി. എന്നോട് ക്ഷമിക്കണമേ ദൈവമേ. അയ്യോ യേശുവേ, ഞാൻ ഇനി ഒരിക്കലും പിന്മാറുകയില്ല, ഇനി അകന്നു പോകുകയില്ല. അങ്ങയുടെ പൈതലായി ഞാൻ ജീവിക്കും, എന്റെ മരണം വരെ ഞാൻ ജീവിക്കും. ദൈവമേ, യേശുവേ. ആരോ വരുന്നുണ്ടല്ലോടാ. ആരാണത്? അതെന്റെ മോന്റെ കൂട്ടൊക്കെ തന്നെ ഇരിക്കുന്നല്ലോ. അത് അപ്പന്റെ മോനൊന്നുമല്ല. അല്ലടാ, അവൻ തന്നെയാണ്. അല്ല, അവൻ തന്നെയാണ്, എന്റെ മോൻ തന്നെയാണ് വരുന്നത്. എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പാ, മോനെ, എന്റെ അപ്പാ, നിന്നെ എത്ര നാളായി ഞങ്ങൾ അപ്പാ, കാത്തിരിക്കുവാണ്. എന്റെ അപ്പാ, എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. എന്റെ അപ്പാ, എന്റെ അപ്പാ, എന്റെ മോനെ. അപ്പാ, എനിക്ക് തെറ്റുപറ്റി അപ്പാ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ അപ്പാ. ഇനി ഒരിക്കലും ഞാൻ അപ്പനെ പിരിഞ്ഞ് എങ്ങും പോകയില്ല. ഇവിടെ ലഭിക്കുന്ന സന്തോഷം എനിക്ക് ഒരിടത്തും ലഭിക്കില്ല. ഈ ലോക ജീവിതത്തിൽ ഞാൻ എല്ലാം പഠിച്ചു അപ്പ. ഇനി ഒരിക്കലും ഞാൻ അപ്പനെ വിട്ട് എങ്ങും പോകില്ല അപ്പ. എന്റെ മോനെ, എനിക്ക് സന്തോഷമായടാ. ഇനി മരിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഈ വീട്ടുമുറ്റത്ത് നിന്നെ പ്രതീക്ഷിച്ച് എത്രയോ ദിവസങ്ങളായി നോക്കി നിൽക്കുമായിരുന്നു. നീ ഇങ്ങ് വന്നല്ലോ, അത് മതി. എടാ മോനെ, വിളിക്കടാ, എല്ലാരെയും വിളിക്കടാ. ഇന്ന് എല്ലാവർക്കുള്ള ആഹാരം നമ്മൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. വേണ്ട ഒരാഘോഷവും. സ്വത്തെല്ലാം വിറ്റ് തൊലച്ച് ഭ്രാന്തനെ പോലെ കയറി വന്നിരിക്കുന്നു. അപ്പന് നാണമില്ലേ ഇവനെ ഇവിടെ കയറ്റാൻ? പ്ലീസ് ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ചേട്ടാ. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എനിക്കൊരാഘോഷം ഇനി വേണ്ട. ഞാൻ ഇനി ചേട്ടന്റെ ഒരു സ്വത്തിനും അവകാശം എനിക്ക് തരേണ്ട. പ്ലീസ്, ഞാനിനി യേശുവിന്റെ സാക്ഷിയായി ജീവിക്കും. ഞാൻ ഇനി ഒരു തെറ്റായ മാർഗത്തിലും പോകയില്ല. എല്ലാം ഞാൻ പഠിച്ചു. ഇനിയുള്ള കാലം ഞാൻ നിങ്ങളെ സേവിച്ച് ഇവിടെ ജീവിച്ചു കൊള്ളാം. പ്ലീസ് ചേട്ടാ, പ്ലീസ്. പ്രിയ ദൈവജനമേ, ഈ നാടകത്തിലൂടെ വ്യക്തമാക്കുന്നത് നമ്മുടെ സാമീപ്യം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്നതാണ്. ഈ ബന്ധമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമേ നീ എവിടെ തോട്ടത്തിൽ തിരഞ്ഞു നടന്ന ഒരു പിതാവിനെ നമുക്കറിയാം. ആ പിതാവിന് നമ്മോട് ചിലത് പറയുവാനുണ്ട്. പ്രിയ മകനെ, പ്രിയ മകളെ, ഞാൻ നിന്നെ വില കൊടുത്തു വാങ്ങിയതാണ്. അന്ന് ഞാൻ ക്രൂശിൽ വെച്ച് അനുഭവിച്ച എല്ലാ വേദനകളും എല്ലാ അടികളും ഏറ്റുവാങ്ങുമ്പോഴും നിന്റെ മുഖമായിരുന്നു എന്റെ മനസ്സിൽ. അതുകൊണ്ട് പിന്മാറാതെ എല്ലാം സന്തോഷത്തോടെ സഹിച്ചു. കാട്ടൊലുവായിരുന്ന നിന്നെ വെട്ടിയെടുത്ത് എന്നോട് ചേർത്തൊട്ടിച്ചു. എനിക്ക് നിന്നെ നല്ലവണ്ണം അറിയാം. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എനിക്കറിയാം. നിന്റെ തലയിലെ മുടി പോലും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. എന്റെ മുഖസ്വരൂപത്തിലാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കും മുൻപേ നിന്റെ പേർ ചൊല്ലി വിളിച്ചു. എന്റെ കരങ്ങൾ കൊണ്ടാണ് നീ ഉദരത്തിൽ മെനയപ്പെട്ടത്. ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും എന്റെ പക്കൽ നിന്ന് ലഭിച്ചതാണ്. നിന്റെ ഭാവിക്ക് വേണ്ടിയും ഞാൻ നല്ലത് കരുതിയിട്ടുണ്ട്. നീ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്തും. ആരും സഹായമില്ലാതെ ഒറ്റപ്പെട്ട സമയങ്ങളിലും നിന്നെ ആശ്വസിപ്പിച്ചതും ബലപ്പെടുത്തിയതും ഞാനാണ്. എന്നിട്ടും നീ
പലപ്പോഴും എന്നിൽ നിന്ന് അകന്നുപോയി, ഒത്തിരി അകന്നുപോയി. എനിക്ക് പ്രതീക്ഷയുണ്ട്, നീ മടങ്ങി വരും. ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. എനിക്ക് നിന്നോട് ചോദിക്കുവാനുള്ള ഒരേ ഒരു ചോദ്യം, എൻ്റെ മകനായി, എൻ്റെ മകളായി ജീവിത അവസാനം വരെ എന്നോട് കൂടെ ജീവിക്കാമോ? ഇതാ മയങ്ങാതെ ഉറങ്ങാതെ നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് സ്വർഗീയ പിതാവ്. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.